ആ എന്താണ് അല്ല അത് പ്രശ്നം എന്ന് വെച്ചാൽ പൂച്ചയെ പോലും പ്രസവിക്കാൻ സമ്മതിക്കില്ല. ഇങ്ങനൊരു പ്രതിപക്ഷ നേതാവുണ്ടോ? പൂച്ചയെ പ്രസവിക്കുന്നതിന് ഇത്ര ആക്ഷേപിക്കാൻ തിരിക്കുന്നു. ഇത്തരമുള്ള പ്രയോഗങ്ങളാണ് ഇയാളുടെ നിലവാരം ദിനം പ്രതി താഴ്ന്നുകൊണ്ടിരിക്കുന്നത്. എന്താ ഞാൻ പറയാം, ഇതൊരു ഏറ്റവും ജനങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും ഇത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലമായി കേന്ദ്ര ഗവൺമെൻറ് ഇത്രയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും ശമ്പളം മുടങ്ങിയിട്ടില്ല, പെൻഷൻ മുടങ്ങിയിട്ടില്ല, ദൈനംദിന കാര്യങ്ങൾ മുടങ്ങിയിട്ടില്ല, വികസന പ്രവർത്തനം മുടങ്ങിയിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് വിദ്യാഭ്യാസ രംഗത്ത് പാഠപുസ്തകം പ്രിൻറ്റിങ്ങും ഉച്ചഭക്ഷണം അടക്കമുള്ള കാശ് വെട്ടി തരാതിരുന്നിട്ട് പോലും അതും മുടങ്ങിയിട്ടില്ല. ഇങ്ങനെ ഒരു കാര്യവും മുടങ്ങിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഇതിന് ആശയം ഉന്നയിക്കുന്നത്? 2 മണിക്കൂർ എടുത്തു. ഇത് 2 അല്ല, 9, 10, 11, 3 മണിക്കൂർ. 3 മണിക്കൂറെടുത്ത് ഈ പ്രതിപക്ഷ നേതാവ് അവിടെ ഇരുന്ന് അസ്വസ്ഥനാവുന്ന കണ്ടു. പുറകോട്ട് തിരിയുന്നു, മുന്നോട്ട് തിരിയുന്നു, ഇടത്തോട്ട് തിരിയുന്നു, വലത്തോട്ട് തിരിയുന്നിരുന്ന് അസ്വസ്ഥനാവുന്നതായിട്ട് കണ്ടു. വേറെ ആരും നന്നാവുന്ന അദ്ദേഹത്തിന് കണ്ടേകൂടാ. ഞാൻ ചോദിച്ചിട്ട് ഈ ഖജനാവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം വേറൊന്നും ചെയ്യണ്ട, അദ്ദേഹം സഞ്ചരിക്കുന്ന കാറ് മാത്രം നോക്കിയാൽ മതി. ഇത് ഒരു ദിവസം പോലും പെട്രോൾ അടിക്കാൻ നിവൃത്തിയില്ലാതെ ബുദ്ധിമുട്ടായില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ TNDAക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ, അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിനോ അദ്ദേഹത്തിൻ്റെ TNDAക്കോ അദ്ദേഹം സഞ്ചരിക്കുന്ന കാറിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ, പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഖജനാവ് കാര്യമാണെന്ന് പറയും. ഇതങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. ഒരു മിനിറ്റെങ്കിലും ട്രഷറി അടച്ചു പൂട്ടിയിട്ടുണ്ടോ? 1 മിനിറ്റെങ്കിലും. UDFൻ്റെ കാലഘട്ടത്തിൽ എത്രയും പ്രാവശ്യം ട്രഷറി അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളിത് അവതരിപ്പിച്ച ബഡ്ജറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് ഞങ്ങൾ തന്നെ നടപ്പിലാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പൂർണ്ണമായും ഈ ബഡ്ജറ്റ് ഞങ്ങൾ തന്നെ നടപ്പിലാക്കും. അതല്ലേ ഞാൻ ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ ധൈര്യത്തോടുകൂടി പറയാൻ വേണ്ടി കാരണം. അതേസമയത്ത് UDFൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരിക്കും. അദ്ദേഹം പറഞ്ഞത് ഈ ബഡ്ജറ്റ് ഞങ്ങൾ അവതരിപ്പിച്ച് ഞങ്ങൾ നടപ്പിലാക്കിക്കൊള്ളാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് ഞാൻ ഓർമ്മപ്പെടുത്താനുള്ളത്, 2ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ KPCCയുടെയും UDFൻ്റെയും യോഗം കൂടി മന്ത്രിമാരുടെ വകുപ്പ് വിഭജിച്ച് ഓരോ മന്ത്രിമാർക്കും കൊടുത്ത് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഒരു ഏകദേശ ധാരണയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ് ആരംഭിച്ച് 1ാം പിണറായി ഗവൺമെൻറ്റിനേക്കാൾ ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും 2ാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. അതേ അനുഭവം തന്നെയായിരിക്കും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിച്ച ബഡ്ജറ്റ്, അതിൽ പറയുന്ന കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവെ അങ്ങക്ക് മനസ്സിലാവില്ല. ഞങ്ങൾ തന്നെ അത് നടപ്പിലാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങ് അതിനുവേണ്ടി ബഹളം ഉണ്ടാക്കണ്ട എന്ന് മാത്രമല്ല, ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി 4 പേര് ട്രെയിനിങ് നടത്തുകയാണ്. മുഖ്യമന്ത്രി ആവുന്നതിന് വേണ്ടി 4 പേർ ട്രെയിനിങ് നടത്തുന്നു. ഇന്നിപ്പോൾ ഒരാളും കൂടെ രംഗത്ത് വന്നിട്ടുണ്ട്, സുധാകരൻ. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട്. മറ്റേ പഴയ KPCC പ്രസിഡന്റ് സുധാകരൻ. അപ്പോൾ ഇപ്പം 4-5 പേരായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ 4-5 പേര് ട്രെയിനിങ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. ഈ സ്വപ്നങ്ങളൊന്നും സാക്ഷാത്കരിക്കാൻ പോകുന്നേ ഇല്ല എന്നുള്ള കാര്യം പറയുന്നു. ഓരോ ദിവസം കഴിയുന്തോറും പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതിച്ഛായ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് വരികയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കണം. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയ അദ്ദേഹം നോക്കാൻ സമയക്കുറവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെ കൊണ്ടെങ്കിലും സോഷ്യൽ മീഡിയ നോക്കണം. മാധ്യമങ്ങളും ടെലിവിഷൻ ചാനലിലും നോക്കണം എന്തൊക്കെയാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനെന്നും അദ്ദേഹത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നിലപാടെല്ലാം സ്വീകരിക്കും. ഞാനാകെ പറഞ്ഞതെന്താ,
ഞാൻ പറഞ്ഞു, പിന്നെ എൻ്റെ രാഷ്ട്രീയ നിലപാട് പറഞ്ഞു. ഒരു വിഷയത്തിൻ്റെ പേരിൽ ഒരാളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണമെന്ന് പറയാൻ പാടില്ലെന്ന് എന്ത് ന്യായമാണ്? ഒരു വിഷയം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു, അത് സംസ്ഥാന വ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. പോലീസിൻ്റെ ഉന്നത സംഘം കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തുന്നു. അത് സെൻറ്റിമെൻ്റലായിട്ടുള്ള വികാരപരമായിട്ടുള്ള പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ ഉൾപ്പെട്ടു എന്ന് പിന്നെ പത്രങ്ങളിലൊക്കെ വന്നവരെ ഒന്ന് കാര്യം എന്താണെന്നൊന്ന് അന്വേഷിക്കാൻ. എന്തിനാണ് പോറ്റി ഇവിടെ വന്നത് മാഡം? എന്തിനാണ് ഈ പിന്നെ പോറ്റി എൻ്റെ അടുത്ത നമ്മുടെ ആളുടെ പേരെന്താ, ഗോവർദ്ധനൻ, ബെല്ലാരിയിലെ പിന്നെ കച്ചവടക്കാരൻ വന്നത്? അത് ബെല്ലാരിയിൽ MP ആയിരുന്നു പിന്നെ സോണിയാഗാന്ധി. അതേപോലെ തന്നെ മറ്റൊരു പിന്നെ കുറ്റവാളിയാണ് പിന്നെ പോറ്റി, പിന്നെ ആരാ, ഗോവർദ്ധനൻ, മുരാരി. അങ്ങനെ 2-3 പേര് വന്നല്ലോ. അത് എന്തിനാണ് വന്നതെന്ന് ചോദിച്ചുകൂടെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. എന്തിനാണ് വന്നൂടെ? അങ്ങനെ ചോദിക്കാൻ പോലും പാടില്ലെന്ന് വിചാരിച്ചിട്ട് വായ്ത്തോന്നിനെ മുഴുവൻ വിളിച്ചിട്ട് എനിക്കെതിരായിട്ട് പറഞ്ഞിട്ട് ഞാൻ പിൻവലിച്ചാൽ ഞാനും പിൻവലിക്കാമെന്ന് പിന്നെ പറയുന്നതിൽ എന്താ ന്യായമുള്ളത്? അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ സംഘിക്കുട്ടി എന്ന് പറഞ്ഞത് കേരളത്തിലെ ചരിത്രം പിന്നെ നേതാക്കന്മാരുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാം സംഘിക്കുട്ടി ആരാണെന്നുള്ള വിവരം. ഞാൻ എക്കാലത്ത് RSSനെതിരായിട്ട് ശക്തമായി ധീരമായി ഫൈറ്റ് ചെയ്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. എൻ്റെ കുടുംബ വീട് ചെറുവയ്ക്കൽ 1 വർഷക്കാലം പോലീസ് വലയത്തിലായിരുന്നു. അവിടെ ഒരു കൊലപാതകം നടന്നു. അവിടെ. അതിൽ മരിച്ചത് ഒരു RSS അനുഭാവിയാണ്. അങ്ങനെ പിന്നെ നിരവധി സംഭവങ്ങൾ RSSനെതിരായിട്ട് പിന്നെ ഫൈറ്റ് ചെയ്ത് തന്നെയാണ് ഞാൻ നിന്നിട്ടുള്ളത്. എല്ലാ രംഗത്തും കഴിഞ്ഞ 40 വർഷക്കാലമായിട്ട് നമ്മുടെ നിലപാട് അങ്ങനെ തന്നെയാണ്. ശ്രീ സതീശ, അങ്ങനെയാണോ? അങ്ങനെയാണ് അങ്ങ് അത്രമാത്രം വാശിയിൽ RSSനെതിരായിട്ടും BJPക്കെതിരായിട്ടും ഫൈറ്ററാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു. നാട്ടുകാരും കൂടെ പറയണമല്ലോ ഇയാൾ RSSനെതിരായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളാണെന്ന്. സ്വയം വിശേഷിപ്പിച്ച് അങ്ങയോട് ഞാൻ വിനയത്തോടുകൂടി ഒരു കാര്യം പറഞ്ഞു. കേരളത്തിൽ ആദ്യമായി BJPയുടെ അക്കൗണ്ട് തുറന്ന മണ്ഡലം എന്ന് പറയുന്നത് നേമത്താണ് BJPയുടെ അക്കൗണ്ട് തുറന്നത്. ഇപ്പോഴും നേമമാണ് അവർ ഒന്നാമത്തെ A ഗ്രേഡ് ആയിട്ട് കാണുന്നത്. നേമമാണ്. അദ്ദേഹം നേമത്ത് നിന്ന് മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാട് സ്വീകരിച്ചാൽ ഏറ്റവും അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ BJPക്കെതിരായിട്ടുള്ള RSSനെതിരായിട്ടുള്ള പിന്നെ ഫൈറ്റ് വളരെ ശക്തമായി ഞാൻ തുടരുകയാണെന്ന് അത് നാട്ടുകാർക്കും ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അദ്ദേഹം നേമത്ത് വന്ന് മത്സരിക്കുക. അദ്ദേഹം സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വെല്ലുവിളിയൊന്നുമല്ല, അപേക്ഷയാണ്. കാരണം എനിക്കും പിന്നെ BJPയോടെ തോൽപ്പിച്ച് കാണണമെന്ന് നല്ല ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്നും പിന്മാറുന്നതിന് വേണ്ടി ഞാൻ പോകുന്നില്ല. കാരണം അത്രയ്ക്ക് മാന്യതയില്ലാത്തതും വ്യക്തിപരമായി മനസാക്ഷിയില്ലാത്തതും നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്തതും എനിക്ക് മുകളിൽ വേറെ ആരുമില്ല എന്നുള്ള ഭാവം അത് പിന്നെ കുറച്ച് ദിവസമേ കേരളത്തിലെ ജനങ്ങൾ സഹിക്കൂ. അല്ല, അവർ അധികാരത്തിൽ വന്നതിന് ശേഷമല്ലേ പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. അത് വെറും പിന്നെ സ്വപ്നം മാത്രം. ഈ ബഡ്ജറ്റ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഇനിയിപ്പോൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചു, പാസ്സാക്കും. ബഡ്ജറ്റിൽ കുറേ കാര്യങ്ങൾ ഈ ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ നടപ്പിലാക്കും. ബാക്കി കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കും. അഡീഷണൽ ബഡ്ജറ്റ് വേണമെങ്കിൽ അപ്പോഴും ആലോചിക്കും. ഏതാ?
പ്രതിപക്ഷം പിന്നെ പ്രത്യക്ഷമായി കേരളത്തെ സംബന്ധിച്ചിടത്തോളമുള്ള വിഷയങ്ങൾ വരുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ സഹായിക്കുന്ന നിലപാടിലെടുക്കുന്നത്. എന്നാൽ പിന്നെ നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞല്ലോ, നമ്മൾ തമ്മിൽ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും മറ്റ് സംസ്ഥാനങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ എം പിമാരും എം എൽ എമാരും പ്രതിപക്ഷം ഉദ്യോഗസ്ഥന്മാരെല്ലാം ഒറ്റക്കെട്ടായിരുന്നുകൊണ്ട് ആ സംസ്ഥാനത്തിൻ്റെ ആവശ്യമൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമം നടത്തുമ്പോൾ നമ്മളിവിടെ ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെ എങ്ങനെ കൊല്ലാം, കഴുത്ത് ഞെരിച്ച് കൊല്ലാമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒഴിവായി കിട്ടണം എന്നുള്ളതാണ് പ്രതിപക്ഷം എടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം കേരള ഗവൺമെൻറ് എങ്ങനെ ഞെരുക്കാമെന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ് വിചാരിക്കുന്നതിനേക്കാൾ ശക്തിയായിട്ടാണ് UDF ഗവൺമെൻറ് വിചാരിക്കുന്നത്. പക്ഷേ അതിനെല്ലാം ഈ UDFൻ്റെ ഒരു എതിർപ്പിനെയും കേന്ദ്ര BJP ഗവൺമെൻറ് എതിർപ്പിനെയും അതിജീവിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ഈ കഴിഞ്ഞ അഞ്ച് വർഷവും കേരളം ഭരിച്ചത്. ഒരു കുറവും ഒന്നിനും ഉണ്ടായിട്ടില്ല. പിന്നെ അത് ഏത് രംഗമായിരുന്നാലും ഇന്ത്യക്ക് മാതൃകയാണ്. അതെല്ലാം പിന്നെ സമ്പത്തില്ലാതെ ഈ കാര്യങ്ങൾ നടത്താൻ വേണ്ടി കഴിയില്ലല്ലോ. ഏതെങ്കിലും ഒരു കാര്യത്തിന് മാധ്യമങ്ങൾ പറയട്ടെ, ഇന്ന കാര്യം സമ്പത്തില്ലാത്തതുകൊണ്ട് കുറഞ്ഞു എന്ന് പറയട്ടെ. ഒരു കാര്യവും ഒരു കുറവ് വരുത്തിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി. ആരും ഞങ്ങളോട് ചോദിക്കുന്നില്ല എന്തേ നിങ്ങൾ ഇന്നത് നടപ്പിലാക്കാത്ത എന്തേ എന്നാരും ചോദിക്കുന്നില്ല. ഇനി അടുത്ത ആഴ്ച സ്കൂളിനടുത്ത പരീക്ഷ ആരംഭിക്കാൻ വേണ്ടി, ലാസ്റ്റ് പരീക്ഷ ആരംഭിക്കാൻ വേണ്ടി 2-3 മാസമുണ്ട്. പുതിയ പാഠപുസ്തകം കൊടുക്കണം കുട്ടികൾക്ക്. അതാണ് എല്ലാ രംഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഈ UDFും ചില മാധ്യമങ്ങൾ വിചാരിച്ചാലൊന്നും അവരുടെ മനസ്സ് മാറ്റാൻ പറ്റില്ല. അതിൻ്റെ തെളിവാണ് രണ്ടാം പിണറായി ഗവൺമെൻറ്റാണെന്ന് അവർ നല്ല ഓർമ്മ വേണം. പൂച്ചയെ കുറ്റമെന്ന് പറയണ്ട. പൂച്ച പ്രസവിച്ച് അതവിടെ ജീവിച്ചോട്ടെ. അവർ അതിനെ ശല്യം ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് പിന്നെ പറയേണ്ടത് ഒരു ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം? പൂച്ച പ്രസവിച്ചിറക്കുന്നതിനോടാണ് ഉപമ പറയേണ്ടത് ഒരു ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഇതാണ് സംസ്കാരം എന്ന് പറഞ്ഞാൽ. പൂച്ച പ്രസവിച്ചോട്ടെ. അതിനിപ്പം പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ പ്രസവിക്കാതിരിക്കാൻ പറ്റുമോ? അതിന് എൻ്റെ കാര്യം തീരുമാനമായിട്ടില്ല. അല്ല, അദ്ദേഹം BJPക്കും RSSനും നാട്ടിലുള്ള വലിയ ഫൈറ്ററാണല്ലോ. കേരളത്തിൽ BJP ജയിച്ചിട്ടുള്ള ഏക മണ്ഡലം നേമത്താണല്ലോ. അങ്ങനെയാണെങ്കിൽ നേമത്ത് നിന്ന് മത്സരിച്ച് BJPക്കെതിരായിട്ട് വളരെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ അദ്ദേഹം തയ്യാറാവട്ടെ. ഞാൻ ഈ വർഷം തന്നെ നിങ്ങൾ നോക്കുകയാണ്. ബഡ്ജറ്റ് പാസ്സാക്കിയാൽ ഉടനെ തന്നെ എൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ടുള്ള ഫയലൊക്കെ നീങ്ങി കഴിഞ്ഞു. ഇൻഷുറൻസ് കമ്പനിയായിട്ട് നമ്മുടെ ബാലഗോപാലും കൂടെ പങ്കെടുത്തുകൊണ്ട് തന്നെ 3-4 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ചർച്ച നടത്തി അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയി എന്നൊക്കെയാണ്. നമ്മൾ 2-3 പിന്നെ നാഷണലൈസ്ഡ് ബാങ്കുകാർ സമീപിച്ചത് അവർ തയ്യാറുമായിരുന്നു. പക്ഷേ ഈ ഗവൺമെൻറ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ വിശ്വാസവും മറ്റു കാര്യങ്ങൾ നടത്താൻ വേണ്ടി എളുപ്പമാണ്. ഇതൊക്കെ പഴങ്കഥയാണ്. രണ്ടും രണ്ടാണ്. RSSനെതിരായിട്ടുള്ള എല്ലാ നിലയിലുള്ള ഒരു എതിർപ്പും പോരാട്ടവും എന്ന് പറഞ്ഞ വേറൊരു രൂപത്തിലാണ്. ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു ചുമതല വഹിക്കുന്ന ഒരു മന്ത്രി എന്നുള്ള നിലയിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഭരണഘടനാപരമായിട്ട് ഉത്തരവാദിത്തമുള്ള ഒരു ഭരണപരമായിട്ടുള്ള ബാധ്യത നിറവേറ്റുന്നത് രണ്ടാണ്. അതിപ്പോൾ ഞാൻ എത്രയോ പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പിന്നെ 1500 കോടി രൂപ കിട്ടാനുണ്ട്. ഈ PMC ഒപ്പുവയ്ക്കുന്നതിന് വേണ്ടിയല്ല,
അത് ഒപ്പ് വെച്ചത് SSKയുടെ ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയാണ്. അത് നമ്മളെ ഘടകകക്ഷിയിൽപ്പെട്ട ഒരു പ്രധാന കക്ഷിക്ക് തന്നെ അതിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായി. അത് വേണ്ടെന്ന് തീരുമാനിച്ചു. ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റി ഇതിലും സജീവമായ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. അതൊക്കെ സത്യമാണല്ലോ. അതും ഈ ഫൈറ്റും തമ്മിൽ രണ്ടല്ലേ. LSS കുടിശ്ശിക കൊടുത്ത് തീരാറായി. ക്ഷേമനിധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് കൊടുക്കേണ്ടതല്ല. ക്ഷേമനിധി ബോർഡിൻ്റെ വരുമാനം അനുസരിച്ചാണ് കൊടുക്കേണ്ടത്. 16 ക്ഷേമനിധി ബോർഡുണ്ട്. ആ 16 ക്ഷേമനിധി ബോർഡിലും ഈ പെൻഷനുണ്ട്, ഈ പ്രസവാനുകൂല്യമുണ്ട്, വിദ്യാഭ്യാസ ആനുകൂല്യമുണ്ട്, പിരിഞ്ഞു പോകുമ്പോൾ കൊടുക്കേണ്ട കാശുണ്ട്. 15 ക്ഷേമനിധിയിൽ നന്നായി തന്നെ പോവുകയാണ്. ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ വന്നിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ അതിൽ മെമ്പർഷിപ്പ് അത്ഭുതകരമായ രൂപത്തിലാണ് മെമ്പർഷിപ്പിൻ്റെ വർധനമെന്ന് പറയുന്നത്. അതൊരു പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. അതിൽ നടത്തി അത് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. അതൊരു ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടല്ല. എങ്കിൽ പോലും ഗവൺമെൻറ് അതൊന്ന് കുറച്ച് ആൾക്കാർ കിട്ടിക്കോട്ടെന്ന് പറഞ്ഞ് മറ്റ് ചില ബോർഡുകളിൽ നിന്ന് കുറേ കാശ് കടമെടുത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ മോട്ടോർ തൊഴിലാളി യൂണിയനെല്ലാം സമ്പന്നമാണ്. അതുപോലെ ഹെഡ്ലോഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സമ്പന്നമാണ്. അതാണ് ഈ ഇവിടെ പറഞ്ഞ ശരി തന്നെയാണ്, കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞത് ശരിയാണ്. ഇതാണ് എൻ്റെ ഒരു സ്ഥിതി. ഉണ്ടോ ടാക്സി ഉണ്ട്, ഓട്ടോ ഉണ്ട്, ഡീറ്റെയിൽ ചിലപ്പോൾ ആയി കാണുമായിരിക്കും, എനിക്കറിയില്ല. ആണ് നമ്മളുമായിട്ട് ഇനി സംസാരിക്കുമായിരിക്കും. അവർ യൂണിയൻ കയറിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതെ ക്ഷേമനിധി അംഗങ്ങൾ ഡീറ്റെയിൽസ് ഇല്ല. മറ്റേ ഈ ഗിഗ് വർക്കേഴ്സിന് എനിക്കറിയാം, കാരണം നമ്മുടെ കൊടുത്ത പ്രപ്പോസലാണ്. ഇൻഷുറൻസ് ഇല്ല, പക്ഷേ അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് നമ്മൾ. ഗിഗ് വർക്കേഴ്സിന് അവർക്ക് കയറി വന്ന് നിൽക്കാൻ, ഈ പാവങ്ങൾ മുഴുവൻ ഈ വെയിലും കൊണ്ട് അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും നിർവഹിക്കാൻ നിർവാഹമില്ലാതെ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീകളും ധാരാളം ഇതിൽ വന്നിട്ടുണ്ട്, വലിയ നമ്പറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒന്ന് കയറി നിൽക്കാൻ, അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഫോണൊന്ന് ചാർജ് ചെയ്യാൻ, അവരെ വാഹനങ്ങളൊന്ന് അങ്ങനെ ഒരു മോഡലായിട്ട് കേരളത്തിൽ ഒരു തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് 3 സ്ഥലങ്ങളിൽ ഒരു ഇങ്ങനെ വിശ്രമ കേന്ദ്രം കെട്ടുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഗിഗ് വർക്കേഴ്സ് എന്ന് വെച്ചാൽ ഇൻ്റർനാഷണലായിട്ട് ഉള്ള ഒരു ഓർഗനൈസേഷനായി മാറിയിട്ടുണ്ട്. തീർക്കും. അത് അവർ നമ്മുടെ ഈ കലോത്സവങ്ങൾക്കൊക്കെ വന്നപ്പോഴും വന്ന ഒരു പരാതിയാണ്. അത് ഇതിലും കൂടെയാണ് അടയ്ക്കുന്നത്. നമ്മുടെ അയക്കുന്നത് ഈ അക്കൗണ്ടിൻ്റെ ചില പ്രശ്നങ്ങളും ഉണ്ട് ഇതിൽ.